എല്ലാവർക്കും നമസ്കാരം. സെക്കൻഡ് കൊറിന്ത്യൻസ് 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ല. അവിടെ പൗലോസ് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, സാത്താന് പല തന്ത്രങ്ങളുണ്ട്. അവൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് കുറേയൊക്കെ നമ്മൾക്കറിയാം. അതുകൊണ്ട് അവൻ നമ്മളെ തോൽപ്പിക്കാതെ ഇരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പൗലോസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കേട്ടു. നമ്മളുടെ ജിമ്മി സ്വാഗരട്ട് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം ഒരു അമേരിക്കൻ പാസ്റ്ററാണ്. അദ്ദേഹം മരണപ്പെടുവാനായിട്ടിടയായി. ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവചരിത്രത്തിലൂടെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു പോയപ്പോൾ അദ്ദേഹം ഒരു പെന്തക്കോസ്ത ഫാമിലിയിൽ ഒരു പാസ്റ്ററിൻ്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, എന്ന് വെച്ചാൽ ബ്രോൺ ആൻഡ് ബ്രോട്ടപ്പിന് ഒരു പെന്തക്കോസ്റ്റൽ ഫാമിലി, അതിനകത്താണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു. പാസ്റ്റർ കൂടാതെ അദ്ദേഹം നല്ലൊരു സുവിശേഷകനായിരുന്നു. ഒത്തിരി പേരോട് സുവിശേഷം പറയുകയും നല്ലൊരു ഗായകനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹം ഇങ്ങനെ സുവിശേഷത്തിൽ ശോഭിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെക്കുറിച്ചൊരു ന്യൂസ് വെളിയിലോട്ട് വരുന്നത്. അദ്ദേഹം ഒരു വേശ്യാ സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന തരത്തിലൊരു ന്യൂസ് വെളിയിലോട്ട് വന്നു. അപ്പോൾ ഈ ന്യൂസ് വെളിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് സ്പ്രെഡായി. അത് എല്ലാവരും അറിഞ്ഞു, വളരെ കോളിളക്കം സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി. കാരണം അതുപോലെ അത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു സുവിശേഷകനായിരുന്നു, ഒരു പാസ്റ്ററായിരുന്നു ജിമ്മി സ്വാഗരട്ട് എന്ന് പറയുന്ന മനുഷ്യൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ബാഡ് മാർക്ക് വന്നപ്പോഴത്തേക്കും അത് ഒത്തിരി പെട്ടെന്ന് തന്നെ അങ്ങ് സ്പ്രെഡ് ആകുവാനായിട്ട് ഇടയായി. എന്തായാലും അദ്ദേഹം അവിടെ നിന്ന് ന്യായീകരിച്ച് മെഴുകാനൊന്നും പോയില്ല. ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അത് ടെലിവിഷനിൽ കൂടെ അദ്ദേഹം ഒരു ടെലിവിഷനിൽ കൂടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മനുഷ്യനായിരുന്നു. ഒരുപാട് വലിയ ശൃംഖലകളുണ്ടായിരുന്നു അദ്ദേഹത്തിനൊക്കെ. അദ്ദേഹം ഇങ്ങനെ പറയുവാനായിട്ടിടയായും, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഞാൻ പാപം ചെയ്തു പോയി എന്ന് അദ്ദേഹം കണ്ണുനീരോടെ പറയുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ കാണുവാനായിട്ടിടയാം. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അത് ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കാണുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏറ്റുപറച്ചിൽ അത് എല്ലാവരെയും അങ്ങ് മനസാക്ഷിയുള്ളവരെയൊക്കെ അതങ്ങ് പിടിച്ചു കുലുക്കുവാനായിട്ടും ഇടയായി. അദ്ദേഹത്തെ ചേർത്ത് നിർത്തണം എന്നുള്ളൊരാഗ്രഹം ജനങ്ങളുടെ ഉള്ളിലേക്ക് വന്നു. അതുകൂടാതെ നമ്മുടെ ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ഒരു വലിയ ദൈവമനുഷ്യൻ, അദ്ദേഹം അത് തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ജിമ്മി സ്വാഗരട്ട് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും നമ്മളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ തള്ളിക്കളയരുത്, അദ്ദേഹത്തെ നമ്മൾ ചേർത്ത് നിർത്തണമെന്ന് പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞത്? അദ്ദേഹം ഏറ്റുപറഞ്ഞു കണ്ണുനീരോടെ തൻ്റെ പാപം അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന വലിയ ദൈവമനുഷ്യൻ ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും, അദ്ദേഹം ഒരു പെന്തക്കോസ്റ്റൽ ഫാമിലിയിലൊന്നുമല്ല അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു ക്ഷീരകർഷക കുടുംബത്തിൽ ജനിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞാണ് യേശുവിനെ കണ്ടെത്തിയും യേശുവിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തത്. അദ്ദേഹം അറിയപ്പെടുന്ന 20-ാം നൂറ്റാണ്ടിലെ അദ്ദേഹത്തിൻ്റെ അത്രയും അറിയപ്പെടുന്ന ഒരു സുവിശേഷകനില്ല. ഇന്നും എടുത്തു നോക്കുമ്പോൾ നമ്മൾക്കറിയാമല്ലേ, അദ്ദേഹത്തിൻ്റെയൊക്കെ തട്ട് എങ്ങനെയാണ് താന്ന് തന്നെ ഇരിക്കും അല്ലേ? അദ്ദേഹത്തെ കവച്ച് വെക്കുന്ന വിധത്തിൽ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ അദ്ദേഹം 99-ാമത്തെ വയസ്സിൽ മരിക്കുന്നിടം വരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരു ബാഡ് മാർക്ക് വീണിട്ടില്ല. ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കേസ് പൊങ്ങി വന്നിട്ടില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതുമല്ല, അദ്ദേഹം ജീവിതത്തിൽ ഭയങ്കര കൃത്യനിഷ്ഠയായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബില്ലി ഗ്രഹാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭാര്യയുമായിട്ടിരിക്കുന്ന ആളുമായിട്ടല്ലാതെ വേറൊരു സ്ത്രീയുമായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ പോകരുതെന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു തിയറി ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു അത്രയും ഒരു കർഷക നിലപാടുകളൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ എന്താക്കി മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ഇതുപോലെ ഒരു റെഡ് മാർക്ക് വരാതെ അദ്ദേഹത്തെ സൂക്ഷിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എടുത്താൽ അദ്ദേഹം ഒത്തിരി വിശാല മനസ്കനായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു അമേരിക്കയിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്, ബില്ലി ഗ്രഹാം. എങ്കിലും അദ്ദേഹം എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു മനോഭാവം. ഇന്നത്തെ അമേരിക്കക്കാരെ പോലെ കറുത്തവർ വെളുത്തവർ എന്നുള്ളൊരു വർണ്ണവിവേചനമൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം എല്ലാവരെയും, കറുത്തവരെയും വെളുത്തവരെയും എല്ലാം ഒന്നിച്ച് ചേർക്കുകയും അവരോടൊക്കെ വേദി പങ്കിടുവാനും തൻ്റെ ശുശ്രൂഷയിൽ അവരെയൊക്കെ പങ്കാളികളാക്കുവാനും ആ മനുഷ്യന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതാണ് ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ. അദ്ദേഹം 99-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു തട്ടെപ്പോഴും താണ തന്നെ ഇരുന്നു. എന്ന് വെച്ചാൽ ഒരു ബാഡ് മാർക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇപ്പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ
ജിമ്മി സ്വാഗരട്ട് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ട ഒരു കഥയായിരുന്നു. അദ്ദേഹം ഒരുപാട് ദൈവത്തിന് വേണ്ടി ലക്ഷങ്ങൾ സ്തോത്ര കാഴ്ചയൊക്കെ ഇടുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ലക്ഷങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി സ്തോത്ര കാഴ്ച ഇടുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു, ദൈവത്തിന് വേണ്ടി ഒരുപാട് പ്രയോജനപ്പെട്ട മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അത് ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുൻപിലും അത് ഏറ്റുപറയുവാൻ അദ്ദേഹം തയ്യാറായി. എന്നാൽ അദ്ദേഹം അത് ഉപേക്ഷിച്ചില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം എന്താണ്? വീണ്ടും അദ്ദേഹത്തെ വേറെ ഒരു സ്ത്രീയുമായിട്ട് അദ്ദേഹത്തെ പിടിക്കുവാനൊക്കെ ഇടയായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റോറി പറഞ്ഞ സ്ത്രീ പറഞ്ഞത്, അദ്ദേഹം എനിക്ക് പൈസയൊക്കെ തന്നിട്ടുണ്ട്, എന്നാൽ അദ്ദേഹവും ഞാനുമായിട്ട് വേറെ അവിഹിത ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മറുഭാഗത്ത് ഇദ്ദേഹം കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ രണ്ടാമതും ഇദ്ദേഹം ഇതേ കേസിൽ തന്നെ പിടിക്കപ്പെടുവാനായിട്ട് ഇടയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം എന്താണ്? ആദ്യത്തെ ഇതിനകത്ത് പിടിക്കപ്പെട്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ജിമ്മി സ്വാഗരട്ടിനെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ചർച്ച് ഓഫ് ഗോഡ് പുറത്താക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം സ്വതന്ത്രമായിട്ട് സഭാ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ശുശ്രൂഷകളൊക്കെ തൻ്റെ മകന് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പിന്മാറുവാനായിട്ട് ഇടയായി എന്നൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ തെറ്റെന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. അത് നമ്മൾ ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ മാത്രം അതിൻ്റെ തീരുന്നില്ല. പിന്നെ എന്താണ്? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലേ? ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ തെറ്റ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജിമ്മി സ്വാഗരട്ട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അത് ഏറ്റു പറഞ്ഞുവെങ്കിലും ഉപേക്ഷിച്ചതായിട്ട് കാണുന്നില്ല. വീണ്ടും അതേ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിടിക്കപ്പെടുവാനായിട്ട് ഇടയായി. അപ്പോൾ അതിനകത്തൊക്കെ എന്തുമാത്രം യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് വീഴുവാനായിട്ട് ഇടയായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മുടെ അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്. സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ പല വിധത്തിൽ എന്ത് ചെയ്യും? കൃപയിൽ നിൽക്കുന്നവനെ വീഴ്ത്തിക്കളയുവാനായിട്ടാണ് പിശാച് ശ്രമിക്കുന്നത്. വീണ് കിടക്കുന്നവനെ വീണ്ടും വീഴിക്കുക എന്നുള്ളത് പിശാചിൻ്റെ തന്ത്രമല്ല. കാരണം വീണ് കിടന്നവൻ വീണ്ടും അതിനകത്ത് വീണോളുമെന്ന് പിശാചിനറിയാം. എന്നാൽ കൃപയിൽ നിൽക്കുന്നവരെ വീഴിച്ച് കളയുക എന്നുള്ളത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. അതിന് ഇന്നത്തെ ആത്മീയ ഗോളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ പിശാച്, ഞാനിതിന് മുൻപേ ഒരു വീഡിയോയിലോട്ടും പറഞ്ഞിട്ടുണ്ട്, പിശാച് ആദ്യം കയ്യിലെടുക്കുന്നത് ആരാണ്? ഈ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരെയൊക്കെ തന്നെ ആയിരിക്കും കയ്യിലെടുക്കുന്നത്. നമ്മൾക്കറിയാം, ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരുമല്ല, ഒരു 50% ആൾക്കാരുടെ ഇടയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ എന്താണ് പറയുന്നത്? അവർ പറയുന്നത് ഈ പാപത്തെ ലഘൂകരിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുമല്ലേ? പറ്റിപ്പോയതൊന്നും സാരമില്ലെന്നേ, അതൊന്നും കുഴപ്പമില്ലെന്നേ, ദൈവം ക്ഷമിക്കും എന്ന് പറഞ്ഞ് പാപത്തെ ലഘൂകരിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓർക്കുക, ഇത് തന്നെയാണ് പിശാചിൻ്റെ ഒരു മെയിൻ തന്ത്രം എന്ന് പറയുന്നത്. പാപത്തെ ലഘൂകരിച്ചെടുക്കുക. പാപത്തെ ലഘൂകരിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പാപം ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം മനുഷ്യൻ്റെ മനസ്സിലോട്ട് വരും. അവൻ എന്തുണ്ടാകത്തില്ല? കുറ്റബോധം ഉണ്ടാകത്തില്ല. ഇവിടെ ജിമ്മി സ്വാഗരട്ട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലും എനിക്ക് തോന്നുന്നു അതാണ് സംഭവിച്ചത്. അദ്ദേഹം കുറ്റം ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ഉൾപ്പെടെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ നമ്മൾ തള്ളിക്കളയരുത്, നമ്മൾ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നന്മയാണല്ലേ? ആ ഒരു നന്മയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് മുതലെടുക്കുവാനായിട്ട് ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ആൾക്കാർ തയ്യാറായി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാപം വീണ്ടും തുടരുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എനിക്ക് തോന്നുന്നു. ആ ഒരു സപ്പോർട്ട് അല്ലേ? ഒരുപാട് ആൾക്കാർ അദ്ദേഹം കരഞ്ഞു പറഞ്ഞപ്പോൾ, ആ വീഡിയോ കണ്ട് അദ്ദേഹം കരഞ്ഞ് ആ പാപം സമ്മതിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് തന്നെ ഒരു പാപം തോന്നി കേട്ടോ. അദ്ദേഹത്തോടൊരു മനസ്സലിവ് തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ കണ്ടിട്ടായിരിക്കണം ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ദൈവമനുഷ്യനും അതുപോലെയുള്ളവരൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. എന്നാൽ അവിടെ അദ്ദേഹം ഒരു യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വീഴാതെ അത് മുതലെടുത്ത് അടുത്ത ഒരു പാപത്തിലേക്ക് വീഴുവാനായിട്ട് ഇടയായി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതാണ് പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നത്. പിശാച് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പാപത്തെ ഒന്നാമത് ലഘൂകരിക്കും, രണ്ടാമത് പാപം ചെയ്യുന്നവർക്ക് ഫുൾ സപ്പോർട്ടുമായിട്ടങ്ങ് പിശാച് ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അവിടെ നമ്മൾക്കൊരു യഥാർത്ഥ
മാനസാന്തരം സംഭവിക്കത്തില്ല. നമ്മൾ വീണ്ടും പാപത്തിലേക്ക് വീഴുവാനായിട്ട് ഇടയാകും. ഓർക്കുക, നമ്മളൊരു തെറ്റ് ചെയ്തു, നമ്മൾക്കത് സപ്പോർട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്നും കരകയറുവാൻ ശ്രമിക്കത്തില്ല. പകരം അത് വീണ്ടും തുടരുവാനുള്ള ഒരു പ്രേരണ നമ്മൾക്കുണ്ടാകും. അതാണ് ഈ എന്താ പറയുക, പാപം ചെയ്യുന്നവനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മറ്റൊരു ദൂഷ്യഫലം എന്ന് പറയുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മൾ മറക്കരുത്. ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക, വിശ്വാസഗോളത്തിന് വെളിയിലോട്ട് പോയി കഴിയുമ്പോൾ ഈ വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പർ സംഗീതക്കാരനുണ്ടല്ലോ, ആ പുള്ളീനെ എന്താ സംഭവിച്ചത്? അവനെ പിടിച്ചത് എന്തിനായിരുന്നു? മയക്കുമരുന്ന് കച്ചവടം നടത്തിയതിനാണ്, മയക്കുമരുന്ന് ഉപയോഗിച്ചതിനാണ് അവനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ അവനെ അറസ്റ്റ് ചെയ്ത് അവൻ ജാമ്യത്തിൽ പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവന് കൊടുത്ത ഹ്യൂജ് സപ്പോർട്ടും, ആ ഹ്യൂജ് സപ്പോർട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് പാപം ചെയ്യാനുള്ളൊരു ലൈസൻസ് ആയിട്ട് നമ്മൾക്കതിനെ കാണുവാനായിട്ട് കഴിയും. ഓക്കെ, എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആത്മീയ ഗോളത്തിലും ഈ പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നത്. ഒന്നെന്താണ്? പാപത്തെ ലഘൂകരിക്കുക. രണ്ടെന്താണ്? പാപത്തെ എന്ന് വെച്ചാൽ ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ലെന്നേ, ദൈവം ക്ഷമിച്ചോളും, നമ്മൾ എന്ത് പാപം ചെയ്താലും ദൈവം ക്ഷമിച്ചോളും, അതൊക്കെ സത്യമാണ്, ദൈവം പാപമൊക്കെ ക്ഷമിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ, പുതിയ നിയമത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? എഴുതി വെച്ചിരിക്കുന്നത് ഏറ്റുപറഞ്ഞ് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെ കരുണ ലഭിക്കത്തുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന പാപത്തിനൊരു പാപക്ഷമയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടില്ല, പുതിയ നിയമത്തിൽ പറഞ്ഞു വെച്ചിട്ടില്ല. ഞാനത് വായിച്ചിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ഒരു വചനമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻ്റായിട്ടൊന്ന് ഇടണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഓക്കെ, ഞാനത് കണ്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ അതിൽ തന്നെ അങ്ങ് വീണ് പോകണമെന്നല്ല. നമ്മളുടെ ജീവിതത്തിൽ മനുഷ്യനാണ്, പാപം സംഭവിക്കാം. അതാണ് ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ദൈവമനുഷ്യൻ പറഞ്ഞത്. ജിമ്മി സ്വാഗരട്ട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നാളെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ മനുഷ്യനെ നമ്മൾ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തണം. ഒപ്പം എന്താണ്? അതൊരു സന്ദേശവും കൂടിയായിരുന്നല്ലേ, നമ്മളും ആ പാപത്തിൽ വീഴാതിരിക്കാനുള്ളൊരു സന്ദേശവും കൂടിയാണ് അവിടെ അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഓർക്കുക, നമ്മളും എന്താണ് ചെയ്യേണ്ടത്? പാപം ചെയ്തവരെ നമ്മൾ ഒറ്റപ്പെടുത്തി തള്ളിക്കളയാനല്ല, എന്നാൽ അവരുടെ ആ പാപത്തിന് നമ്മൾ പാപം മറച്ചു പിടിക്കുവാനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കരുത്. ഇന്നത്തെ പെന്തക്കോസ്ത് ഗോളങ്ങളിലോട്ട് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയ ഗോളങ്ങളിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുമല്ലേ, മനുഷ്യനെ ഇന്ന് മെയിനായിട്ട് വീഴിച്ചു കളയുന്ന, അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെയും അല്ലാത്ത വിശ്വാസികളെയും ഒക്കെ വീഴിച്ചു കളയുന്ന രണ്ട് വിഷയങ്ങളാണ് മെയിൻ. ഒന്നെന്താണ്? പണത്തിനോടുള്ള ആർത്തി, ആർഭാടങ്ങളോടുള്ള ആർത്തി. രണ്ടാമതെന്താണ്? ഇതുപോലെയുള്ള വിഷയങ്ങൾ എന്ന് വെച്ചാൽ പാപം ചെയ്യുവാനുള്ള സെക്ഷൽ എന്താ പറയുക ആയിട്ടുള്ള പാപങ്ങളിലേക്ക് മനുഷ്യനെ തള്ളി വീഴ്ത്തി കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ എന്താണ്? അവർക്കൊക്കെ ലഭിക്കുന്ന ഹ്യൂജ് സപ്പോർട്ട് അല്ലേ. കുറേ ചെറുപ്പക്കാരായ ദേവദാസന്മാരൊക്കെ അതിനകത്തൊക്കെ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കിട്ടുന്ന ഒരു ഹ്യൂജ് സപ്പോർട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് അവർക്ക് മാനസാന്തരം കൊടുക്കുന്നതിന് പകരം എന്താണ്? അവർക്കത് വീണ്ടും ചെയ്യുവാനുള്ളൊരു വലിയ സപ്പോർട്ടായിട്ട് അവരത് ലൈസൻസായിട്ട് എടുക്കുവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ മറക്കാതിരിക്കുക. അവരെ നമ്മൾ തള്ളിക്കളയണമെന്നല്ല, എന്നാൽ എന്ത് ചെയ്യണം? ഈ ജിമ്മി സ്വാഗരട്ട് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തെ എന്താണ്? അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ത് ചെയ്തു? അദ്ദേഹം പാപം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റിക്കളയുവാനായിട്ട് ഇടയായി. അതിനുശേഷം എന്താണ്? അദ്ദേഹം വീണ്ടും ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാപം ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ എന്ത് ചെയ്തു? അത് മകനിലേക്ക് ആ ശുശ്രൂഷ കൈമാറുവാനായിട്ട് അദ്ദേഹം നിർബന്ധിതനായി എന്ന് നമുക്ക് കാണുവാനായിട്ടൊക്കെ കഴിയും. അപ്പോൾ ഓർക്കുക, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് ഒന്നാമത്തത് എന്താണ്? പാപത്തെ ലഘൂകരിച്ച് നമ്മളുടെ മനസ്സിലോ അത് കുഴപ്പമില്ലെന്നേ, ആ പാപം കുഴപ്പമില്ലെന്നേ, ഈ പാപം കുഴപ്പമില്ലെന്നേ, അങ്ങനെയൊന്നും അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി നമ്മളുടെ മനസ്സിലോട്ട് കൊണ്ടുവരുമെന്ന് വെച്ചാൽ പാപത്തെ ലഘൂകരിക്കുന്ന ഒരു തോട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുത്തരും ആദ്യം. അതിനുശേഷം നമ്മളെ പാപത്തിലേക്ക് തള്ളിയിടും. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പാപത്തിലേക്ക് നമ്മളെ ആകർഷിച്ചു കൊണ്ടിരിക്കും. ഇവിടെ മറ്റൊരു സത്യവും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? ഈ പാപത്തിലേക്ക് വീഴാതെ ഇരിക്കുവാനുള്ള ഒരു എന്താ പറയുക, ഒരു കരുണയും കൃപയും നമ്മൾ ദൈവത്തോട് പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. കാരണം വീഴുന്നവൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ ഒരു സൂക്ഷ്മം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് നമ്മൾ ദൈവത്തോട് അനുനിമിഷം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ഒന്ന്. രണ്ടാമത്തത് എന്താണ്? മറ്റുള്ളവരെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്ന് വെച്ചാൽ നമ്മളെന്താണ്, ഒരു പാപം ചെയ്യുന്ന വ്യക്തിയോട് നമ്മൾ എന്ത് പറയണം? അവനോട് സാരമില്ലടോ, ദൈവം ക്ഷമിക്കും എന്നല്ല നമ്മൾ ആദ്യം പറയേണ്ടത്. അവരോട് നമ്മൾ എന്ത് പറയണം? നീ ചെയ്ത പാപം വലുതാണ് കേട്ടോ, അത് ഭയങ്കര പാപമാണെന്ന് അവരോട് നമ്മൾക്കൊരു ബോധ്യം കൊടുക്കണം. അതിനുശേഷമായിരിക്കണം നമ്മൾ ക്ഷമിക്കുന്ന ഒരു ദൈവത്തെ അവർക്ക് എന്താണ് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്താലും ദൈവം ക്ഷമിക്കുമെന്ന് നമ്മൾ വരുന്ന തലമുറകളിലേക്ക് നമ്മൾ ആ ഒരു പഠിപ്പീര് നമ്മൾ കൈമാറുകയാണ്. അപ്പോൾ തലമുറകൾക്ക് എന്താണ്?
അവർക്ക് തോന്നും, ഓ എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല, ദൈവം എല്ലാം ക്ഷമിക്കുമെന്നുള്ളൊരു മനസ്സ് അവരുടെ ഉള്ളിലോട്ട് വരും. പകരം നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? പാപം എന്ന് പറയുന്നത് വളരെ വലിയൊരു തെറ്റാണെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷമായിരിക്കണം ക്ഷമിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ അവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങൾ, പല വിധത്തിൽ തന്ത്രങ്ങളുമായിട്ട് പിശാച് വരും. നമ്മളുടെ ഡ്രസ്സിങ്ങിലൂടെ, അല്ലെങ്കിൽ നമ്മളുടെ ഡ്രസ്സിങ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ത്രീകളാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്ങിലും നമ്മൾ സൂക്ഷിക്കണം. നമ്മളുടെ ഡ്രസ്സിങ്സ് കൊണ്ട് മറ്റൊരാളെ പാപത്തിലേക്ക്, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് പോലും പാപം ചെയ്യരുത്, മോഹിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ സ്ത്രീയെ മോഹത്തോടു കൂടി ഒരു സ്ത്രീയെ നോക്കുന്നവനും എന്ത് സംഭവിക്കും? വ്യഭിചാരം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ ദൈവം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ കയ്യോ കാലോ കണ്ണോ ഒക്കെ മറ്റുള്ളവരെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് വെട്ടി അരിഞ്ഞ് ദൂരെ കളയുവാനും ദൈവം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാപം ചെയ്യുന്നവരും ആകരുത്, മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരും ആകരുത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഡ്രസ്സിങ്ങിലൊക്കെ, അതുകൊണ്ടാണ് പെന്തക്കോസ്തിൻ്റെ എനിക്ക് തോന്നുന്നു ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ പെന്തക്കോസ്തിൽ കൊണ്ടുവരുവാനായിട്ടുള്ള കാരണം എന്താണ്? എല്ലാവരും അതിവിശുദ്ധിയോടെ ജീവിക്കുന്നവരൊന്നും അല്ല, പക്ഷേ നമ്മളുടെ ഒരു ഡ്രസ്സിങ്സ് കൊണ്ട് ഒക്കെ നമ്മൾ മറ്റുള്ളവരെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നവരും ആകാതിരിക്കുക. ഇതും പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. നമ്മൾ പാപം ചെയ്തില്ലെങ്കിലും നമ്മളുടെ ഒരു നമ്മളുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ കൊണ്ടും നമ്മളുടെ ഒരു ജീവിത രീതി കൊണ്ടും മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരും ആകാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.